എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. നമുക്കിന്ന് വായിക്കാനുള്ളത് പഞ്ചമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത സപ്തമോധ്യായഃ. ശ്രീശുകോവാച. ഭരതസ്തു മഹാഭാഗവതോം യഥാം ഭാഗവതാം അവനിതലപരിപാലനായ സഞ്ചിന്തിത സദനുശാസനപരപഞ്ചജനീം വിശ്വരൂപദുഹിതരം ഉപയേമയും തസ്യാമുഖവാം ആത്മജാൻ കാർസ്യന്യേന അനുരൂപാൻ ആത്മന പഞ്ചജനയാമാസ ഭൂതാതിരിവ ഭൂതസൂക്ഷ്മാണി സുമതീം രാഷ്ട്രഭൃതം സുദർശനമാവരണം ധൂമ്രകേതുമിതി അജനാമം നാമേതദ്വർഷം ഭാരതമിതി യഥാ ആരഭ്യ വ്യവദിശന്തി സ ബഹുവിൻ മഹീപതിം പിതാമഹവദുർവത്സലതയാം സ്വേസ്യം കർമ്മണി വർത്തമാനാം പ്രജാം സ്വധർമ്മമനുവർത്തമാന പര്യപാലയത്. ഈജജ ഭഗവന്തം യജ്ഞക്രതുരൂപം ക്രതുഭിരുച്ചാവജൈഹാം ശ്രദ്ധയാഹൃത അഗ്നിഹോത്രദർശ പൂർണ്ണമാസ ചാതുർമാസ്യാം വശു സോമാനാം പ്രകൃതി വികൃതിഭിരനുസവനം ചാതുർഹോത്രവിധീനാം സംഭജരൽ സോംനാനായാഗ്യശോം വിരചിതാംഗക്രിയേഷു പൂർവം യത്തത് ക്രിയാഫലം ധർമാക്യം വരേം ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥനീയാമഗതയാം സാക്ഷാത്കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവ ഏവ ഭാവാം യമാന ആത്മൈനൈപുണ്യ മൃദിതകഷായോം ഹവിഷ്വദ്വരരുഭിർ ഗൃഹമാണേഷു സ യജമാനോം യജ്ഞഭാജോം ദേവാംസ്ഥാൻ പുരുഷാവയവേഷ്വ അഭ്യദായത്. ഏവം കർമ്മവിശുദ്ധ്യാം വിശുദ്ധസത്യസ്യാന്തർഹൃദയാകാശശരീരേ ബ്രഹ്മണീം ഭഗവതീം വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സകൗസ്തുഭവനമാലാരിതരഗാദിരൂപലക്ഷിതേം നിജപുരുഷ ഹൃല്ലിംഗിതേനാത്മനി പുരുഷരൂപേണ വിരോചമാനാം ഉച്ചൈസ്തരാം ഭക്തിരനുദിനമേധാമാനരയാജായതാം. ഏവം വർഷായുധസഹസ്രപര്യന്താവസിത കർമ്മനിർവ്വാണാവസരോധിഭുജ്യമാനം സ്വധനയേഭ്യോം രക്തം പിതൃപൈതാമഹം യദാദായം വിഭജ്യ സ്വയം സകലസമ്പന്നികേതാൽസ്മനികേതാത് പുലഹാശ്രമം പ്രവവ്രാജാം. യത്ര ഹവാവ ഭഗവാൻ ഹരിരദ്യാഭി തത്ര ധ്യാനാം നിജജനാനാം വാത്സല്യേന സംനിധാഭ്യാദ ഇച്ഛാരൂപേണാം യത്ര ആശ്രമവദാന്യ ഉഭയദോനാഭിഭിർ ഋഷചക്രൈശ്ചക്രനദീം നാമ സരിത്പ്രവരാം സർവദ പവിത്രീം കരോതി. തസ്മിൻ വാവകിലസ ഏകല പുലഹാശ്രമോ ഭവനേ വിവിധ കുസുമകിലസയാ തുളസികാംബുഭി കന്ദമൂലഫലോപഹാരൈ ച സമീഹ മനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃതോപശമ പരാം നിർവൃതിമവാപാം. തദേതം അവിരത പുരുഷപരിചര്യാം ഭഗവതീം പ്രവർത്തമാനാനുരാഗ പരദ്രുതഹൃദയ ശൈഥില്യ പ്രഹർഷവേഗേനാത്മന്യുദ്ധ്യമാനാം രോമ പുളകുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പനിരുദ്ധ അവലോകനയേവ നിജരമണാരുണജൻ ചരണാരവിന്ദാനുദ്യാന പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദ അവഗാഢധിഷ്ണസ്താമഭി ക്രിയമാണാം ഭഗവത്സപര്യാം ന സസ്മാരാം. ഇത്തം ധൃത ഭഗവത്പ്രദ ഏണയോജിനവാസാനുഷ്ണസവനാഭിഷേകാർദ്രക വിഷകുടിലജടാകലാഭേന ച വിരോചമാനാം സൂര്യാർച്ചാം ഭഗവന്തം ഹിരൺമയം പുരുഷമുജ്ജിഹാനേം സൂര്യമണ്ഡലേ ദ്യുപദീഷ്ടൻ ഏതദുഹോവാചാം. പരോ രജസ്സ വിദുർജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാനാം സുരേദസാദാം പുനരാവിശ്യ ചഷ്ടേ ഹംസം ഗൃദ്രാണം നൃഷദൃംഗിരാമിമഹാം. ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പരമഹംസസംഹിതായാം പഞ്ചമസ്കന്ധേ ഭരതചരിതേം ഭഗവദ്ഭക്തിചര്യായാം സപ്തമോധ്യായഃ. ഓം ജഗദീശാം. ഇനി നമുക്ക്
വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളും നോക്കാം. നമ്മളെവിടെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? പഞ്ചമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിലാണ്. എവിടെയാണ് കഥ നമ്മൾ നിർത്തിയിരിക്കുന്നത്? നമ്മൾ ഋഷഭദേവൻ്റെ ദേഹത്യാഗം, ഉപദേശവും അത് കഴിഞ്ഞ് ദേഹത്യാഗം വരെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഋഷഭദേവൻ പിന്നീട് അദ്ദേഹം കാട്ടുതീയിൽ പെട്ട്, അതായത് ഒരു അവധൂതനെ പോലെ തീർത്ഥയാത്ര പോലെ പോയി. അത് കഴിഞ്ഞിങ്ങനെ കാട്ടുതീയിൽപ്പെട്ട് അദ്ദേഹം തൻ്റെ ദേഹം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഭരതനാണ് പിന്നീട് രാജാവായത്. അപ്പോൾ മൂത്തപുത്രൻ ഭരതൻ രാജാവായി. പിന്നെ 9 പേര് നവയോഗികളായി. പിന്നെ കുറേ പേര് ഭാഗവതാചാര്യന്മാരായി. അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ഭരതരാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പറയണം. അദ്ദേഹം ഭരതസ്തു മഹാഭാഗവതോമിയതാം ഭാഗവത വനിതല പരിപാലനായ സഞ്ചിന്തിത. ഈ ഭൂമി പരിപാലിക്കാൻ വേണ്ടി ഭരതന് കൊടുത്തു. ഋഷഭൻ തൻ്റെ മകന് കൊടുത്തു. പിന്നെ പഞ്ചജനി എന്ന സ്ത്രീയെ, രാജകുമാരിയെ വിവാഹം കഴിച്ചു. വിശ്വരൂപൻ്റെ മകളായ പഞ്ചജനിയെയാണ് ഭരതൻ വിവാഹം കഴിച്ചത്. ഭരതൻ്റെ രാജഭരണം വളരെ പ്രശസ്തമായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഒരു രാജാവ് രാജ്യം ഭരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം. അദ്ദേഹം നല്ല രാജാവായിരുന്നുവെങ്കിൽ ആ പേരിലാണ് സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്ത്യ അജനാഭം, ആര്യാവർത്തം എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭരതൻ രാജ്യം ഭരിച്ച ശേഷമാണ് ഭാരതം എന്ന പേര് ഇന്ത്യക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ത്യക്ക് ഭാരതം എന്ന പേര് വരാൻ കാരണം ഈ ഋഷഭൻ്റെ മകനായ ഭരതരാജാവ് രാജ്യം ഭരിച്ചതിലൂടെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്. ആദ്യം അപ്പോൾ എങ്ങനെയായിരുന്നു? അജനാഭം നാമേ ആയത് അദ്വർഷം ഭാരതമിതി യഥ ആരഭ്യ വ്യപദിശന്തി. അപ്പോൾ ഈ ആദ്യം ആര്യാവർത്തം, അജനാഭം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ത്യക്ക് ഭാരതം എന്ന പേര് കിട്ടിയത് ഭരത മഹാരാജാവ് രാജ്യം ഭരിച്ചത് കൊണ്ടാണ്. അപ്പോൾ നോക്കൂ, അദ്ദേഹം എത്ര നന്നായിട്ടായിരിക്കും രാജ്യം ഭരിച്ചിട്ടുണ്ടാവുക അല്ലേ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും നമ്മുടെ നാട് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം എന്തായിട്ടാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അജനാഭ, ആര്യാവർത്തം എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതിന് മാത്രം എന്താണ് ഭരതരാജാവിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. അദ്ദേഹം എങ്ങനെയൊക്കെയാണ് രാജ്യം ഭരിച്ചിരുന്നത്? പ്രജാം സ്വധർമാനുവർത്തമാന പര്യപാലയത്. അതായത് പ്രജകളെ എങ്ങനെയാണ് അദ്ദേഹം കരുതിയത്? പ്രജകളെ വളരെയധികം പ്രജകളുടെ കാര്യം കഴിഞ്ഞിട്ടേ തൻ്റെ കാര്യമുള്ളൂ. ആ രീതിയിലാണ് പ്രജാപരിപാലനം. അപ്പോൾ ഈ ഒരു രാജാവ് എങ്ങനെയൊക്കെ പ്രജാപരിപാലനം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഭാഗവതത്തിൽ പല പല രാജാക്കന്മാരിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ പല പല ദുഷ്ടരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്താ പറ്റിയത്? അതും നമ്മൾ ഇതിന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് മാറ്റം. അപ്പോൾ നമ്മൾക്ക് അറിവുകൾ ലഭിക്കുന്നത് ഭാഗവതത്തിൽ നിന്ന് വലിയ അറിവ് ലഭിക്കുന്നു എന്ന് പറയുന്നത്. നോക്കും, നമ്മളെ ഭാരതത്തിന് പേര് വരാൻ കാരണം പോലും ഭരത മഹാരാജാവ് എന്ന രാജാവ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും എങ്ങനെയായിരുന്നു ഓരോ രാജാക്കന്മാർ നമുക്ക് എത്ര നന്നായിട്ടാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പോലും നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ രാജധർമ്മം, അതുപോലെ പുത്രധർമ്മം, അതുപോലെ പിതൃധർമ്മം, അതുപോലെ ഭാര്യാധർമ്മം, പതിവ്രതാധർമ്മം, അങ്ങനെ എല്ലാം നമുക്ക് ഓരോരുത്തരും എന്താണ് അനുഷ്ഠിക്കേണ്ടത്, ഏത് തരത്തിലാണ്, ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു മക്കൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതെന്ന് പഠിക്കാൻ കിട്ടും? നമുക്ക് ഭാഗവതത്തിൽ നിന്ന് പഠിക്കാൻ കിട്ടും. അപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്? പ്രജകളെ തന്നിൽ നിന്ന് അന്യമായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണോ പ്രജകൾ കഴിയണ അതേപോലെ കഴിയാനാണ് അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സുഖം ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിന് പ്രാപ്തരാക്കി എടുക്കുമായിരുന്നു അവരെ. അപ്പോൾ ഓരോ പ്രജകളെക്കുറിച്ചും അന്വേഷിക്കാൻ പ്രത്യേകം ഓരോരുത്തരെ നിയമിച്ചുകൊണ്ടും അങ്ങനെ കൃഷി കാര്യങ്ങൾ പുരോഗമിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പൃഥു മഹാരാജാവിൻ്റെ കഥയിൽ ഇത് പഠിച്ചതാണ് അല്ലേ. പൃഥു മഹാരാജാവും എങ്ങനെയാണ്
എങ്ങനെയാണ് രാജ്യപരിപാലനം ചെയ്തത് അല്ലേ, ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത്, അവർക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ അവരിപ്പോൾ എല്ലാവർക്കും ഒരേപോലുള്ള ടാക്സ് ആയിരുന്നില്ല, ആർക്കാണോ കഴിവ് കുറവുള്ളത് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എത്രത്തോളം അധ്വാനിക്കുന്നവർക്ക് അവരുടെ എടുത്തോട്ടെ, അവരതിൻ്റെ പൈസ എടുത്തുകൊട്ടെ, അത് കഴിഞ്ഞ് ഈ കരം പിരിക്കുക എന്ന് പറയും, അപ്പോൾ അതൊക്കെ വളരെ കുറവായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ഏറ്റവും നമ്മൾ അതായത് ബലിയിലെ മഹാബലിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ അദ്ദേഹം ജനങ്ങളെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ടായിരുന്നു. മഹാബലിയും നന്നായിട്ട് ജനപരിപാലനം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു രാജാവായിരുന്നു അല്ലേ. മഹാബലിയുടെ കാലത്തും എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയുമായിരുന്നു. ആരും ദുഃഖിക്കാൻ പാടില്ല എന്നുള്ള ആണ്. പക്ഷേ ഈ മഹാബലി ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് എന്തെങ്കിലും പുണ്യം കിട്ടാൻ. ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇപ്പോൾ പാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളായാലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും, സംഘടനയൊക്കെ രൂപീകരിച്ച് എല്ലാവരും അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു സ്വാർത്ഥ ബുദ്ധി ഉണ്ടാവാം. എന്താണ്, ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരും ഉണ്ട്, അങ്ങനെ അല്ലാതെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഈ അങ്ങനെ അല്ലാതെ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടി വേറെ എന്തിനു വേണ്ടിയായിരിക്കും, ഭഗവാന്റെ മുന്നിൽ എനിക്കൊരു പുണ്യം കിട്ടട്ടെ, അപ്പോൾ അതിനു വേണ്ടി കൂടി നമ്മൾ ആഗ്രഹിച്ചിട്ടൊക്കെയാണ് ഇത് കിട്ടുന്നത്. നമുക്ക് കുറച്ച് പുണ്യം കിട്ടട്ടെ, അടുത്ത ജന്മത്തിലേക്ക് ഇരിക്കട്ടെ. അപ്പോൾ പുണ്യപാപങ്ങളാണല്ലോ നമ്മൾക്ക് സന്തോഷവും ദുഃഖവും തരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആർക്ക്? മഹാബലിക്ക് എന്താണ്, ദേവേന്ദ്രനാകണം, ദേവേന്ദ്ര പദവി കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് രാജ്യം ഭരിച്ചാൽ എല്ലാവരും എന്നെ നന്നാക്കി വയ്ക്കും, അങ്ങനെ എനിക്ക് ദേവേന്ദ്ര പദവി കിട്ടും, അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ ഇവിടെ ഭരതരാജാവ് അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടല്ല ചെയ്തത്, ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നിനും വേണ്ടിയായിരുന്നില്ല. അപ്പോൾ ഇവരുടെ കുടുംബം തന്നെ ഋഷഭദേവൻ ആരായിരുന്നു? ഭഗവാന്റെ അവതാരം. അപ്പോൾ അങ്ങനെ ആ ഒരു ജന്മന കിട്ടിയ ആ ഒരു കഴിവ് കൊണ്ട് അദ്ദേഹം ഒന്നും നിസ്വാർത്ഥമായിട്ടായിരുന്നു എല്ലാവരെയും നിസ്വാർത്ഥ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശിബി മഹാരാജാവും അതുപോലെയായിരുന്നു അല്ലേ. ശിബി മഹാരാജാവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അദ്ദേഹം എങ്ങനെയുള്ള രാജാവായിരുന്നു? അദ്ദേഹം ആരായിരുന്നു? പ്രഹ്ലാദൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. കൊണ്ടാണ് അല്ലേ അദ്ദേഹത്തിന് ഇത്രയും, അതാണ് പറയുന്നത്, ആ കുടുംബ മഹിമ കൊണ്ടുകൂടി ആ ദയ മനസ്സിൽ കിട്ടാം. അപ്പം അദ്ദേഹത്തെ ഒരു പ്രാവ് അദ്ദേഹത്തിനെ അഭയം പ്രാപിച്ചു അല്ലേ, ഒരു പ്രാവ്. അപ്പോൾ ആ പ്രാവ് ഓടി വന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവ് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. അപ്പോൾ എന്നെ പരുന്ത് പിടിക്കാൻ വരുന്നു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിന്നെ രക്ഷിച്ചോളാം. അപ്പോൾ പരുന്ത് പറഞ്ഞു, എൻ്റെ ആഹാരമാണ്, അതുകൊണ്ട് എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളെയും എനിക്ക് സഹായിക്കണം, പ്രാവിനെയും സഹായിക്കണം, നിങ്ങൾ രണ്ടാളും എൻ്റെ പ്രജകളാണ്. പരുന്ത് പറഞ്ഞു, ഒരു പ്രജയെ നിങ്ങളിങ്ങനെ ആഹാരമില്ലാതാക്കാൻ പാടില്ലല്ലോ എന്ന് അല്ലേ. അപ്പോൾ ശിബി മഹാരാജാവ് പറഞ്ഞു, ശരി, നിനക്ക് ആഹാരമല്ലേ വേണ്ടൂ, പ്രാവിനെ തന്നെ നിനക്ക് തിന്നണമെന്നില്ലല്ലോ, വേറെ ആഹാരം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആ പ്രാവിനെ തന്നെ വേണം, അതല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രാവിൻ്റെ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഇറച്ചി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശിബി മഹാരാജാവ് ശരി, അത് ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഇറച്ചി മുറിക്കില്ലേ ശരീരത്തിൽ നിന്ന്, അപ്പോൾ നന്നായി വേദനിക്കില്ലേ, അപ്പോൾ കരയാൻ പാടില്ല എന്നും പറഞ്ഞു. ശരി, അതും സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തൻ്റെ തൊടയിൽ നിന്ന് ത്രാസൊക്കെ കൊണ്ടുവന്നു, പ്രാവിനെ ഒരു ഭാഗത്ത് വെച്ചു, തൊടയിൽ നിന്ന് മാംസം അരിഞ്ഞെടുത്ത് ഈ ത്രാസിൽ വെച്ചു. അങ്ങനെ പ്രാവിൻ്റെ പക്ഷേ എത്ര മാംസം അരിഞ്ഞു വെച്ചിട്ടും പ്രാവിൻ്റെ തട്ട് താഴെ തന്നെ നിന്നു, അത് കയറുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്, നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അല്ലേ, നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ണുനീര് വിഷമം കൊണ്ട് വരുന്നതല്ല, ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണെന്ന് പറഞ്ഞു. എന്താ കാരണം, എനിക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷം. നോക്കൂ, അത്രയ്ക്ക് നമ്മളൊരു ദാനധർമ്മമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം, നമ്മൾക്കില്ലാതെയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ സാധാരണ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്താ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നന്നല്ലാത്തതോ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നവരുണ്ട്.
അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കില്ലാതെ നമ്മളൊരു സാധനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണം അത്, പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ത്യജിച്ചുകൊണ്ട് വേണം കൊടുക്കാൻ. നമ്മൾ ത്യാഗം അനുഭവിച്ചിട്ട് വേണം കൊടുക്കാൻ. അതായത് നമ്മൾ പട്ടിണി ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ആഹാരം കൊടുക്കും, നമ്മൾ പട്ടിണി ഇരുന്നു കൊണ്ട് വേറൊരാൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ ഉചിതമാണ്. അപ്പോൾ അത്രയ്ക്ക് ത്യാഗ മനോഭാവമാണ് ഇവിടെ ശിബി മഹാരാജാവ് കാണിച്ചത്. അപ്പം എന്ത് പറഞ്ഞു? തന്നെത്താനെ തട്ടിൽ കയറിയിരുന്നു, എന്നെ മുഴുവനായി നീ ഭക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവിന് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കാൻ തയ്യാറായ ഒരു രാജാവ് നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് എത്ര അഭിമാനമാണ്. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അതൊരു ശിബിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ധർമ്മരാജാവ് വന്നതായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ശിബിക്ക് ഈ എല്ലാം തിരിച്ചു കൊടുത്തു, ശിബിക്ക് ആരോഗ്യം തിരിച്ചു കൊടുത്തു. അങ്ങനെ ശിബി വീണ്ടും ഭരിച്ചു, ജനങ്ങളെ ഭരിച്ചു. അപ്പോൾ ഈ ശിബിയെപ്പോലെ ആവാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നുമല്ല, ഒരാളെ രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ണിൽ നിന്ന് വരുന്ന സന്തോഷ കണ്ണീരാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവൻ കൊടുത്തു ഒരാളെ സഹായിക്കുക ആരാണ് ചെയ്യുക? ധനം കൊടുത്തു പോലും സഹായിക്കില്ല, പിന്നെ ജീവൻ കൊടുത്ത് സഹായിക്കുമോ അല്ലേ? അപ്പോൾ അത്രയ്ക്കും ത്യാഗം ചെയ്ത രാജാക്കന്മാർ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രാജാക്കന്മാർ ഭൂമിയിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഭാരതത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടായതും. ഭാരതത്തിന് ലോകമെമ്പാടും നമ്മുടെ ഭാരതത്തിനാണ് ഏറ്റവും പ്രശസ്തി അല്ലേ? ഇതിൽ നല്ല രീതിയിലുള്ള ജീവിതത്തിനും ആധ്യാത്മികതയ്ക്കും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഭാരതഖണ്ഡത്തിങ്കൽ ഒരു പുല്ലായിട്ടെങ്കിലും നമ്മൾ ജനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണത്? നമ്മൾ ഭാഗ്യവാന്മാരാണ് ഭാരതത്തിൽ ജനിച്ചെങ്കിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഇതൊന്നും അറിയാതെ ഇരിക്കുന്നത് എന്താണ്? അപ്പോൾ ആലോചിച്ചാൽ അറിയാം അല്ലേ? നമുക്ക് ദൈവം സഹായിച്ച് ഭാരതഭൂമിയിൽ ജനിക്കാൻ സഹായിച്ചെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്നും അറിയാൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ കയ്യിലൊരു പ്രിയപ്പെട്ട ഭക്ഷണം നമ്മളിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ വായിലേക്ക് ഇടാതെ കളയുന്ന പോലെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വായിൻ്റെ തുമ്പത്ത് വരെ എത്തിച്ച് തന്നിട്ട് നമ്മളതിനെ ഇറക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് വീണ് പോയാലോ? അതുപോലെയാണ് നമ്മൾ ഭാഗവതം പഠിക്കാതിരിക്കുന്നതും ഭഗവത്ഗീത പുരാണങ്ങൾ പഠിക്കാതിരിക്കുന്നത്. കാരണം അത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ മതത്തിലുള്ളവരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോലും അവർ കൂടി പഠിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? അപ്പോൾ നമ്മുടെ നിർഭാഗ്യം തന്നെയാണത്. അതിലേക്ക് വരാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മളുടെ നിർഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ആ നിർഭാഗ്യത്തിലേക്ക് പോകാതെ ഭാഗ്യത്തിലേക്ക് വരാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഭഗവത്ഗീതയൊക്കെ പഠിച്ച് എല്ലാവർക്കും മനസ്സിന് സന്തോഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു.